ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും 16-ാം ദിനത്തിൽ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ ഇതിനോടകം തന്നെ 89.5 കോടിയും കഴിഞ്ഞ് 90 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് തന്നെ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു തിരക്ക് തന്നെയാണ്. ഈ ഒരു ശനിയാഴ്ചയും ഗംഭീരമായിട്ടുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഇതിനോടകം പ്രീസെയിലൂടെ വന്നിരിക്കുന്നത്. അപ്പം 15-ാം ദിനത്തെ കളക്ഷനിലേക്ക് ആദ്യം ഒന്ന് നോക്കാം. 15-ാം ദിനത്തെ കളക്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്. 1264 ഷോകളിൽ നിന്ന് ഏകദേശം 1,70,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,90,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. 45% ഒക്യുപ്പൻസിയിലാണ് അങ്ങനെ ഉണ്ടായത്. ഇവിടെ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിലേക്ക് പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് തന്നെയാണ് തുടരും എന്ന ചിത്രത്തെക്കുറിച്ച് പറയേണ്ടത്. ഇതിനു മുമ്പ് വന്ന പല സിനിമകളും മോഹൻലാലിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും എത്തിയില്ലെങ്കിൽ ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് ആരാധകർ പോലും ചെറിയ ഒരു സിനിമ എന്നുള്ള പേര് കൊടുത്തപ്പോൾ സിനിമ വലിയ സിനിമയായി മാറിയത് വെറും 15 നാളുകൾ കൊണ്ട് തന്നെയാണ്. 2018 കയ്യിലുണ്ടായിരുന്ന ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ ഇതാ വീണ്ടും തുടരും നേടിയിരിക്കുന്നു. ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസർ മൂവി ഇൻ കേരളയും സിനിമയായി മാറുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ 89.5 കോടി കഴിയണമെന്നുള്ളതാണ്. സിനിമയുടെ 15 ദിനത്തെ കളക്ഷൻ 86,25,00,000 രൂപയോളമാണ്. ഇതിനോടകം തന്നെ സിനിമ റെക്കോർഡുകൾ പലതും തകർത്തെറിഞ്ഞുവെങ്കിലും നമുക്ക് ഇവിടെ ഈ ഒരു റെക്കോർഡാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ 16-ാം ദിനത്തിലേക്ക് സിനിമ എങ്ങനെയായിരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എത്രയായി എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സിനിമ 90 കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്തിൽ പ്രീസെയിൽ കളക്ഷൻ്റെ ഒന്ന് നമുക്ക് നോക്കി വരാം. പ്രീസെയിലൂടെ മാത്രം 10/5/2025 സിനിമ നേടിയത് 1,70,00,000 രൂപയോളമാണ്. ഇതിനോടകം തന്നെ അത് മറ്റൊരു ചരിത്രമായി മാറുന്നു. ഞായറാഴ്ച ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇത് മാറ്റി ശനിയാഴ്ച ഉച്ച കഴിയുമ്പോൾ തന്നെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ജില്ല തിരിച്ചുള്ള ആ ഒരു പ്രീസെയിലേക്ക് ഒന്ന് നോക്കാം. 159 ഷോകളിൽ നിന്ന് 11,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 21 ലക്ഷം രൂപയുമായി തിരുവനന്തപുരം 23% ഒക്യുപ്പൻസിയാണ് ഉണ്ടായിരുന്നത്. കൊല്ലത്ത് 80 ഷോകൾ 8,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്നു, 32% ഒക്യുപ്പൻസി. പത്തനംതിട്ട 31 ഷോകൾ 2,500 ആളുകൾ ടിക്കറ്റ് എടുത്തു, 4,30,000 മുകളിലുള്ള ഗ്രോസ് വന്നു, 30% ഒക്യുപ്പൻസി. ആലപ്പുഴ 68 ഷോകൾ 7,700 ജനങ്ങൾ ടിക്കറ്റ് എടുത്തു, 13 ലക്ഷത്തോളം ഗ്രോസ് വന്നപ്പോൾ 35% അവിടെയും ഒക്യുപ്പൻസി. കോട്ടയം 64 ഷോകൾ 8,200 ടിക്കറ്റുകൾ വിറ്റുപോയി 12,50,000 മുകളിലുള്ള എമൗണ്ട് വന്നു, 38% ഒക്യുപ്പൻസി. ഇടുക്കി 29 ഷോകൾ 3,285 ടിക്കറ്റുകൾ വിറ്റുപോയി പ്രീസെയിലൂടെ 5,50,000 രൂപയോളം കളക്ഷനായി വന്നു, 40% ഒക്യുപ്പൻസി. എറണാകുളത്ത് 223 ഷോകൾ 18,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 35 ലക്ഷം രൂപയാണ് സിനിമയുടെ ഗ്രോസായി വന്നത്, 30% ഒക്യുപ്പൻസി. തൃശ്ശൂർ 143 ഷോകൾ 10,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 15 ലക്ഷത്തോളമാണ് ഗ്രോസായി വന്നിരിക്കുന്നത് പ്രീസെയിലൂടെ, 21% ഒക്യുപ്പൻസി. ഒരു സിനിമയുടെ 2-ാം വാരം കഴിഞ്ഞ് 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു പ്രീസെയിൽ കളക്ഷനാണ്. സാധാരണഗതിയിൽ പല സിനിമകൾക്കും പ്രീസെയിൽ എന്നുള്ളത് ആദ്യ ദിനങ്ങളോ അല്ലെങ്കിൽ ആദ്യ ആഴ്ചകളോ മാത്രമാണെങ്കിൽ ഇവിടെ അതൊക്കെ മാറി മറിയുകയാണ്. പാലക്കാട് 86 ഷോകളിൽ നിന്ന് 5,000 മുകളിലുള്ള ടിക്കറ്റുകൾ 7,30,000 ആണ് വന്നിരിക്കുന്നത്, 17% ഒക്യുപ്പൻസി. മലപ്പുറം 100 ഷോകളിൽ നിന്ന് 4,600 ടിക്കറ്റുകൾ വിറ്റുപോയി 5,80,000 മുകളിലുള്ള എമൗണ്ട് ഗ്രോസായി വന്നു, 15% ഒക്യുപ്പൻസി. കോഴിക്കോട് 129 ഷോകൾ 11,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി 17,74,000 ഗ്രോസായി വന്നത്, 34% ഒക്യുപ്പൻസി. വയനാട് 25 ഷോകൾ 1,770 ടിക്കറ്റുകൾ വിറ്റുപോയി 2,37,000 ഗ്രോസായി വന്നത്, 35% ഒക്യുപ്പൻസി. കണ്ണൂർ 107 ഷോകൾ 10,200 ടിക്കറ്റുകൾ വിറ്റുപോയി 14,28,000 രൂപ ഗ്രോസായി വന്നു, 35%. കാസർഗോഡ് 25 ഷോകൾ 1,761 ടിക്കറ്റുകൾ വിറ്റുപോയി 2,75,000 മുകളിലുള്ള എമൗണ്ട് വന്നു, 29% ഒക്യുപ്പൻസി. 1,269 ഷോകളിൽ നിന്ന് 1,05,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 1,70,00,000 രൂപയാണ് പ്രീസെയിലൂടെ വന്നത്, അതും 28% ഒക്യുപ്പൻസി. ഇതിനോടകം തന്നെ 52 ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടെ ട്രാക്ഡ് രീതിയിലേക്ക് പോയിരിക്കുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമായി വന്നിരിക്കുന്നത് 81 കോടി രൂപയുമാണ്, 72% ഒക്യുപ്പൻസി. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി 100 കോടി നേടുന്ന ചിത്രമായി മാറും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് 2018 കയ്യിലായിരുന്നു ഈ ഒരു റെക്കോർഡെങ്കിൽ അതിനു മുന്നേ മോഹൻലാൽ തന്നെ കൈവശം വെച്ചിരുന്ന റെക്കോർഡ് തന്നെയാണ്.
ഇവിടെ വീണ്ടും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നു, ഈ ഒരു സിനിമ ആദ്യമായി മലയാളത്തിൽ 100 കോടി നേടുന്ന ചിത്രമായിരിക്കും. ഇന്ന് സിനിമ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കാണുന്നത്, ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എത്രാം തവണയാണ് നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നത്, അങ്ങനെയുള്ള കമൻസുകളൊക്കെ ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഇപ്പോൾ 9,900-ഓളം വ്യൂവേഴ്സാണ് നമുക്കുള്ളെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സാണുള്ളത്. അപ്പോൾ 10,000 ഇന്ന് തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് ദിനത്തിൽ തന്നെ 10,000 അടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ആശംസ, സ്വയവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.